Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ CET 438 എയർപോർട്ട് സീപോർട്ട് ആൻഡ് ഹാർബർ എഞ്ചിനീയറിംഗിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ തേർഡ് ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതിൻ്റെ ഫങ്ഷൻസ്, അതേപോലെ ഫ്യൂ ടേംസ് റിലേറ്റഡ് ടു എയർ ട്രാൻസ്പോർട്ടേഷൻ. ഫസ്റ്റ്, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. It controls overall air navigation in India, formed on 1st April 1995, formed by merging NAA and IAAI. ഇന്ത്യയിലെ എല്ലാവിധ എയർ നാവിഗേഷൻ കൺട്രോൾ ചെയ്യുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ഇത് 1995 ഫസ്റ്റ് ഏപ്രിലാണ് ഇത് ഫോം ചെയ്ത്. അതിനു മുമ്പ് രണ്ട് ഓർഗനൈസേഷനായിരുന്നു, നാഷണൽ എയർപോർട്ട് അതോറിറ്റിയും ഇൻ്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. അങ്ങനെ ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിനെ കൺട്രോൾ ചെയ്തിരുന്ന ഈ രണ്ട് ഏജൻസിയെ മെർജ് ചെയ്തിട്ടാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു കോർപ്പറേഷൻ ഫോം ചെയ്തു. ഫങ്ഷൻസ് ഓഫ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ: കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ എയർ സ്പേസ് എക്സ്റ്റെൻഡിങ് ബിയോണ്ട് ദ ടെറിട്ടറി ലിമിറ്റ്സ് അക്സെപ്റ്റഡ് ബൈ ICAO. അപ്പോൾ ഇന്ത്യൻ എയർ സ്പേസിനെ ഇന്ത്യയുടെ ടെറിട്ടറിക്ക് പുറത്തും അകത്തും കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്, ബൈ ഫോളോയിങ് ദ റൂൾസ് ആൻഡ് ലിമിറ്റ്സ് ഓഫ് ICAO, ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ്റെ ലിമിറ്റ്സിൻ്റെ അകത്ത് നമ്മുടെ ഇന്ത്യൻ എയർ സ്പേസിനെ കൺട്രോൾ ചെയ്യുന്നത് AAI ആണ്. ഡിസൈൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അതുപോലെ ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണൽ എയർപോർട്ടിലെയും ഡിസൈൻ ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും അത് ഓപ്പറേറ്റ് ചെയ്യുന്നതും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് ഫെസിലിറ്റീസ് ഇൻ എയർപോർട്ട്. എയർപോർട്ടിലുള്ള എല്ലാ ഫെസിലിറ്റീസും കൺസ്ട്രക്ട് ചെയ്യുന്നതും മാനേജ്മെൻറ്റ് ചെയ്യുന്നതും ഇവരാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് കാർഗോ പോർട്ട്സ് ആൻഡ് ഫെസിലിറ്റി. എയർപോർട്ടിൻ്റെ അകത്തൊക്കെയുള്ള ആവശ്യമായ കാർഗോ പോർട്ട്സും മറ്റ് ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നത് ഇവരാണ്. പ്രൊവിഷൻ ഓഫ് പാസഞ്ചർ ഫെസിലിറ്റി ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം. പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള പാർക്കിംഗ് ഫെസിലിറ്റി, സ്റ്റേയിങ് ഫെസിലിറ്റി, ചെക്ക് ഇൻ ഫെസിലിറ്റി, അതുപോലെ ഇൻഫർമേഷൻ കൗണ്ടറുകൾ, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. എക്സ്പാൻഷൻ ആൻഡ് സ്ട്രെങ്തനിങ് ഓഫ് ഓപ്പറേഷൻസ് ഏരിയ ലൈക്ക് റൺവേ, ടാക്സിവേ, അപ്രോൺ. അതുപോലെ ഇപ്പോൾ ഉള്ള കണ്ടീഷനെ എക്സ്പാൻഡ് ചെയ്യുകയും കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുകയും വേണം. ഏതൊക്കെ? നമ്മുടെ റൺവേസ്, ടാക്സി വേസ്, അപ്രോൺസ്, ഹാങ്ങേഴ്സ്, ഇതെല്ലാം എക്സ്പാൻഡ് ചെയ്യുകയും ഉള്ളതിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യേണ്ടത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. പ്രൊവിഷൻ ഓഫ് വിഷ്വൽ എയ്ഡ്സ് അറ്റ് എയർപോർട്ട്. എയർ ട്രാൻസ്പോർട്ടേഷന് ആവശ്യമായ, എയർപോർട്ടിന് ആവശ്യമായ എല്ലാവിധ വിഷ്വൽ എയ്ഡുകളും സിഗ്നൽ സിസ്റ്റംസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. പ്രൊവിഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് നാവിഗേഷൻ എയ്ഡ്സ്, റഡാർ സിസ്റ്റം, എക്സെട്ര. അതായത് എയർപോർട്ടിൻ്റെയും എയർക്രാഫ്റ്റിൻ്റെയും ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, നാവിഗേഷണൽ എയ്ഡ്സ്, അതായത് റഡാർ സിസ്റ്റംസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുകയും പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇനി ഒരു എയർപോർട്ട് എഞ്ചിനീയറിങ്ങിൽ നമ്മൾ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് എയർപോർട്ട് എഞ്ചിനീയറിങ്ങിൽ ഡീൽ ചെയ്യുന്നത്? The airport engineering includes the planning, design and construction of terminals, runways and navigational aids to provide for the passenger and flight service. അപ്പോൾ പാസഞ്ചർ സർവീസിനും ഫ്ലൈറ്റ് സർവീസിനും ആവശ്യമായിട്ടുള്ള എല്ലാവിധ എയർക്രാഫ്റ്റിനെയും അല്ലെങ്കിൽ എയർപോർട്ടിൻ്റെയും അതിൻ്റെ പ്ലാനിങ്, ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ, അതുപോലെ മെയിൻ്റനൻസ്. ഏതൊക്കെ? എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ടെർമിനൽ ഏരിയ, റൺവേ, നാവിഗേഷണൽ എയ്ഡ്സ്, ഇതെല്ലാം പ്ലാൻ ചെയ്യുകയും ഡിസൈൻ ചെയ്യുകയും കൺസ്ട്രക്ട് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുന്നത് എല്ലാം ഈ എയർപോർട്ട് എഞ്ചിനീയറിങ്ങിൻ്റെ കീഴിലാണ് വരുന്നത്. ഇനി കുറച്ച് ടേംസാണ് എയർപോർട്ട് എഞ്ചിനീയറിങ്ങിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട 3 ടേംസാണ്: എയറോഡ്രോം, എയർപോർട്ട്, എയർഫീൽഡ്. ടെക്നിക്കലി പറയുമ്പോൾ ഇതെല്ലാം ഒരുപോലെ ആണ് അതിൻ്റെ ഫങ്ഷൻസ് എങ്കിലും മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങൾ ഇത് തമ്മിലുണ്ട്. ഫസ്റ്റ് വൺ, എയറോഡ്രോം. Any defined area on land or water, including any buildings, installation, equipments intended to be used for the arrival and departure of aircraft. It may be provided with facilities for shelter and repair of aircraft, and also for processing of passengers, baggages, mails and cargo. It may not necessarily be used for all scheduled air flights. Sometimes the term aerodrome is used to meet an airport. അപ്പോൾ എയറോഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫൈൻഡ് ഏരിയ ആണ്. ലാൻഡിൻ്റെ മുകളിലോ വാട്ടറിൻ്റെ മുകളിലോ ഉള്ള ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അതിൻ്റെ അത് ബിൽഡിങ്സ് വരും, ഇൻസ്റ്റലേഷൻസ്, എക്യുപ്മെൻറ്റ്സ് എല്ലാം വരും. ഒരു എയർക്രാഫ്റ്റിൻ്റെ അറൈവലിനും ഡിപ്പാർച്ചറിനും വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫൈൻഡ് ആയിട്ടുള്ള ലാൻഡ് ആൻഡ് വാട്ടർ ഏരിയാസിനെയാണ് നമ്മൾ എയറോഡ്രോം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് എയറോഡ്രോമിൻ്റെ അകത്ത് എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ഷെൽട്ടറും റിപ്പയർ ചെയ്യാനുള്ള ഫെസിലിറ്റീസും പിന്നെ പാസഞ്ചറും അപ്പോൾ അവരുടെ ബാഗേജസ്, മെയിൽസ്, കാർഗോസൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഫെസിലിറ്റി, ഇതെല്ലാം എയറോഡ്രോമിൻ്റെ അകത്ത് വരും. ഇനി എല്ലാ ഷെഡ്യൂൾഡ് ഫ്ലൈറ്റ്സിനും ഈ എയറോഡ്രോം നെസസറി ആവണമെന്നില്ല. ചില കേസുകളിൽ നമ്മൾ എയറോഡ്രോമിനെ തന്നെയാണ് എയർപോർട്ടെന്നും വിളിക്കുന്നത്. ഇതൊരു എയറോഡ്രോമിൻ്റെ ഒരു പിക്ചറാണ്.
ഷെഫാർട്ടൺ എയറോഡ്രോം ഇൻ ഓസ്ട്രേലിയ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റൺവേ കാണാം, ടാക്സി വേ കാണാം, ഹാങ്ങേഴ്സ് കാണാം, ടെർമിനൽ ബിൽഡിംഗ് കാണാം, ഫുൾ ഫെസിലിറ്റീസും കാണാം, എപ്രോൺസ് കാണാം. അടുത്തത് എയർപോർട്ട്. It is a physical facility which include runway, taxiway, aprons, etc., which are used for landing and takeoff of aircraft, for the maneuvering and positioning of aircraft on the ground, and for parking of the aircraft in order to load and unload the passengers and cargoes. Airport is a facility where the passengers connect from air transportation to ground transportation. It is an aerodrome which is പ്രിൻസിപ്പലി ഇൻറ്റൻഡഡ് ഫോർ ദ യൂസ് ഓഫ് കൊമേഴ്ഷ്യൽ സർവീസ്. അപ്പോൾ എയർപോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർക്രാഫ്റ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഫിസിക്കലായിട്ടുള്ള ഫെസിലിറ്റീസ്, റൺവേസും ടാക്സി വേസും അപ്രോൺസും എല്ലാം കൂടി നമ്മൾ പറയുന്നത്, അതായത് എയർക്രാഫ്റ്റിനും ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും ഫിസിക്കലി നമുക്ക് ആവശ്യമായിട്ടുള്ള റൺവേ, ടാക്സി വേ എല്ലാം കൂടിയാണ് നമ്മൾ എയർപോർട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് എയർക്രാഫ്റ്റിൻ്റെ മാനുവറിങ്, അതായത് അതിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടിയിട്ടും, പിന്നെ ഗ്രൗണ്ടിൽ ഏത് പൊസിഷനിലാണ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ എയർക്രാഫ്റ്റിനെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ അത് ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഫെസിലിറ്റീസിനെ നമുക്ക് എയർപോർട്ട് എന്ന് പറയാം. ഇനി എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടേഷനിൽ നിന്ന് എയർ ട്രാൻസ്പോർട്ടേഷനിലേക്ക് പാസഞ്ചേഴ്സിനെ കണക്ട് ചെയ്യുന്ന ഫെസിലിറ്റിയാണ് നമ്മൾ എയർപോർട്ട് എന്ന് പറയുന്നത്. ചില കേസുകളിൽ നമ്മൾ കൊമേഴ്ഷ്യലി പർപ്പസിന് യൂസ് ചെയ്യുന്ന എയറോഡ്രോമുകളെ തന്നെയാണ് നമ്മൾ എയർപോർട്ട് എന്നും പറയുന്നത്. അടുത്ത എയർഫീൽഡ്. It is an area which is used for landing and takeoff of an aircraft. It may or may not be equipped with navigational aids or markings. It may or may not be provided with facilities for convenience of passengers and for shelter, repair and service of aircraft. Comparing to airport, an airfield is on a much smaller scale, usually non-commercial and used for private and irregular charter flights with minimal runway and limited service, can also be military. അപ്പോൾ എയർഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും എയർക്രാഫ്റ്റിന് ടേക്ക് ഓഫിന് ലാൻഡിങ്ങിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയയാണ് എയർഫീൽഡ് എന്ന് പറയുന്നത്. ഈ എയർഫീൽഡിൻ്റെ ഒരു പ്രത്യേകത, എയർപോർട്ടിനെ അപേക്ഷിച്ച് എയർഫീൽഡിൻ്റെ പ്രത്യേകത, ഇവിടെ മറ്റ് എക്യുപ്മെൻസോ നാവിഗേഷണൽ എയ്ഡ്സോ മാർക്കിങ്സോ ഉണ്ടാവാം അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാം, അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതേപോലെ എയർഫീൽഡ് എന്ന് പറയുമ്പോൾ മറ്റ് ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതായത് പാസഞ്ചേഴ്സിനുള്ള ഷെൽട്ടർ, എയർക്രാഫ്റ്റിന് റിപ്പയറും സർവീസും ചെയ്യാനുള്ള സ്ഥലങ്ങൾ, അതുപോലെ ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ഫെസിലിറ്റീസ്, ഇതൊന്നും ഒരു എയർഫീൽഡിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്മോൾ സ്കെയിലുള്ള എയർപോർട്ടിനെയാണ് നമ്മൾ എയർഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ എയർഫീൽഡ് എന്ന് പറയുമ്പോൾ റെഗുലർ അല്ലാത്ത എയർക്രാഫ്റ്റുകൾ, അതുപോലെ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ, പ്രൈവറ്റ് ജെറ്റുകൾ, ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ, അവർക്കൊക്കെ വേണ്ടി ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫീൽഡ് മാത്രമാണ് എയർഫീൽഡ് എന്ന് പറയുന്നത്. ഇവിടെ റൺവേ ലെങ്ത് വളരെ മിനിമൽ ആയിരിക്കും, ചെറുതായിരിക്കും. അതുപോലെ ലിമിറ്റഡ് സർവീസ് എയർഫീൽഡിൽ കാണത്തുള്ളൂ. പിന്നെ ചില മിലിറ്ററി പർപ്പസിന് നമ്മൾ എയർഫീൽഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ് ഇത്. ഇവിടെ ഒരു റൺവേ നമുക്ക് കാണാം, ഒരു 2 ഷെഡും കാണാം. വളരെ മിനിമലായിട്ടുള്ള ഒരു ഏരിയ മാത്രമേ കാണുള്ളൂ. ഒരു എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു 10% ഭാഗം മാത്രമാണ് നമ്മളൊരു എയർഫീൽഡ് എന്ന് പറയുന്നത്. യൂഷ്വലി പ്രൈവറ്റ് ജെറ്റുകൾക്കും ചാർട്ടേഡ് ആയിട്ടുള്ള ഫ്ലൈറ്റുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ലെക്ചറിൽ വരുന്നത്. താങ്ക് യു.